എല്ലാവർക്കും എൻ്റെ ചാനലായ പനാഞ്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഷെയ്ക്കാണ്. മാംഗോ മസ്താനിയാണ് ഉണ്ടാക്കുന്നത്. പൂനെയിലെ ഫേമസ് ആയിട്ടുള്ള ഷെയ്ക്കാണ് മാംഗോ മസ്താനി. ഇപ്പോൾ മാംഗോ മസ്താനി ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാമ്പഴം വേണം. ഇത് ഞാൻ 200 ഗ്രാമിൻ്റെ ഒരു മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. മാമ്പഴം നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ മാമ്പഴം കഷ്ണങ്ങളിടാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. 1/2 കപ്പ് നല്ല തണുത്ത പാലും കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടെ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ അരച്ച് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സ്കൂപ്പ് വനില ഐസ്ക്രീം ചേർക്കണം. വനില ഐസ്ക്രീം കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മാമ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാമിൻ്റെ അളവിലുള്ള മാമ്പഴമാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ടോളായിട്ടുള്ള ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് മാമ്പഴ കഷ്ണങ്ങൾ ഇടണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ചേർക്കണം. കാഷ്നട്ട് അരിഞ്ഞത് 1 സ്പൂൺ, പിസ്ത അരിഞ്ഞത് 1 സ്പൂൺ, ബദാം ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാംഗോ ഷേക്ക് ഒഴിക്കാം. ആ ഗ്ലാസിൻ്റെ ഒരു പകുതിയിൽ താഴെ വരുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 3 സ്കൂപ്പ് വനില ഐസ്ക്രീം ഇടണം. ഈ ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് കുറച്ച് മാമ്പഴ കഷ്ണങ്ങൾ ചേർക്കണം. ടൂട്ടി ഫ്രൂട്ടി കുറച്ചിടണം. 1 ടീസ്പൂണ് നമുക്കിടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ഇടാവുന്നതാണ്. നട്ട്സ് അരിഞ്ഞതും 1 ടീസ്പൂൺ ചേർക്കണം. പിസ്ത അരിഞ്ഞത് 1 ടീസ്പൂൺ, വീണ്ടും ആ മാംഗോ മിൽക്ക് ഷേക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിക്കണം. ഇപ്പോൾ ഗ്ലാസിൻ്റെ ഒരു 3/4 ഭാഗം ആവുന്നവരെ മിൽക്ക് ഷേക്ക് ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും ഈ മിൽക്ക് ഷേക്കിൻ്റെ മുകളിലേക്ക് 2 സ്കൂപ്പ് വനില ഐസ്ക്രീം ഇടണം. ഈ ബാക്കിയുള്ള മാമ്പഴ കഷ്ണങ്ങൾ മുഴുവനും ഇതിലേക്ക് ചേർക്കാം. ഇനി ടൂട്ടി ഫ്രൂട്ടി അതിൻ്റെ മുകളിലേക്ക് ഇടണം. കാഷ്നട്ട് അരിഞ്ഞതും ബാക്കിയുള്ള പിസ്ത അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കണം. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയും കൂടെ വയ്ക്കണം. അപ്പോൾ നമുക്കിത് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താനേ തോന്നുകയില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഷേക്കാണ് മാംഗോ മസ്താനി. മാമ്പഴത്തിൻ്റെ ഷേക്കും അതുപോലെ മാമ്പഴ കഷ്ണങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ വനില ഐസ്ക്രീം ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് സ്പൂണും കൊണ്ട് കോരി കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. നല്ല ഫില്ലിംഗ് ആട്ടോ. ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വിശക്കില്ല. ചൂടായതുകൊണ്ട് ഐസ്ക്രീമൊക്കെ മെൽറ്റായി തുടങ്ങി. ചെറിയ 2 ഗ്ലാസ് നമ്മൾ സാധാരണ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ചെറിയ 2 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ്സിലേക്കുള്ള മാംഗോ മസ്താനി നമുക്ക് ഈ അളവിൽ നിന്ന് ഉണ്ടാക്കാവുന്നതാണ്.